ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പഴം വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ചേരുവകൾ മാത്രം മതി സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് 2 നേന്ത്രപ്പഴമാണ്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് നീളനെയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിനു ശേഷം അതിലേക്ക് ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗീ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ അത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരും. 2 സൈഡും ഫ്രൈ ആയിട്ട് കിട്ടണം. അതിനുശേഷം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടാണ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ആ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന നാളികേരമാണ്. അപ്പോൾ ഒരു 1/2 മുറി നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നെയ്യിൽ കെടുത്തിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 2 എഗ്ഗും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് പാല് ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാം. ഇനി അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ചേർത്ത് കൊടുത്ത് അത് ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മൈദമാവിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നേന്ത്രപ്പഴമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ നേന്ത്രപ്പഴം ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മൈദമാവും മുട്ടയൊക്കെ ആയത് കാരണം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോക്ക് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ആദ്യമേ പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച നാളികേരത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ ചട്ടിയിൽ നിന്ന് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.